കാനഡയിൽ വന്നിട്ട് കുക്കിംഗ് വ്ളോഗ് ഒന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഇപ്പൊ ഡയറ്റിലായതുകൊണ്ട് തന്നെ നല്ല പോലെ ഫുഡ് കൺട്രോളിലാണ്. എന്നാ പിന്നെ ഡയറ്റിലും കഴിക്കാവുന്ന ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. നല്ല ഈസിയാണ്. നമ്മുടെ ബ്രൊക്കോളി ഇല്ലേ, നല്ല പീസായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് കോണം കൂടി മിക്സ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സബോളയും കൂടി എടുത്തിട്ടുണ്ട്. കുനുകുനാന്നരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് പെട്ടെന്ന് വെന്ത് വരാനായി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതേ നമുക്കിനി മസാല ബോക്സ് തുറന്ന് മസാലകൾ ആഡ് ചെയ്യാം. സബോളയിൽ നിന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര തക്കാളി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾ മസാലയും കറി മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബ്രൊക്കോളിയും കോണും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി കുനുകുനാന്ന് അരിഞ്ഞ ബ്രൊക്കോളിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നടുക്കിലൊരു കുഴി കുഴിച്ച്, വേണമെങ്കിൽ കുഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ മീത് ഒഴിച്ചാലും മതി. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് മുട്ട പൊട്ടിക്കാനും തോന്നുന്നില്ല, പക്ഷെ പൊട്ടിക്കാതിരിക്കാനും പറ്റില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മുരിച്ചെടുക്കുക. സംഭവം റെഡിയായി. ചപ്പാത്തിയുടെ കൂടെയോ റൈസിന്റെ കൂടെയോ ഇനി വെറുതെയോ കഴിക്കാം. അടിപൊളിയാണ്.